മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചോറിനൊക്കെ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കാൻ പോണത്. അത് ഞാൻ ചുരങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചുരയ്ക്കാന്നും പറയും, ചില സ്ഥലത്തേക്ക് ചുരങ്ങ, അങ്ങനെ രണ്ട് തരത്തിലായാലും പറയും. സാധനം ഇതാണ്. ഇതിൻ്റെ തൊലി നമുക്ക് ചെത്തിയിട്ടാണ് എടുക്കേണ്ടത്. ഒരു ചുരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പ്, നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന തുവരപ്പരിപ്പ്, പിന്നെ അതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എത്രയാണോ നമ്മൾ ചിരങ്ങി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നാളികേരം എടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പാകത്തിന് മുറിച്ചെടുക്കാം. തൊലി കളഞ്ഞ ശേഷം നന്നായിട്ട് കഴുകി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ വലുപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ലല്ലോ കറിക്ക് അരിയുന്നതിൻ്റെ. അതുകൊണ്ട് അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം എടുത്ത് വെച്ചിട്ടുള്ള തുവരപ്പരിപ്പ് കഴുകിയിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എല്ലാം നമ്മൾ ഒന്നിച്ചിട്ടാണ് വെക്കുന്നത്. എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് നമ്മളിത് വെന്ത് കിട്ടാനുള്ള വെള്ളമാണ്. നമ്മൾ ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കഷ്ണത്തിൻ്റെ മീതെയിട്ട് തന്നെ നിന്നോട്ടെ. പിന്നെ ഒരു മുളക് പൊടി നമ്മൾ പാകത്തിന് ചേർത്ത് കൊടുക്കണം. എരിവുള്ള മുളക് പൊടി തന്നെയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. അത് നമ്മൾ എത്രയാണോ നമ്മുടെ എടുത്തിരിക്കുന്ന കഷ്ണത്തെ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കമ്മിയാണെങ്കിലും പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ച ശേഷം കുക്കറിൽ അടച്ച് നമുക്ക് ഗ്യാസിൽ വയ്ക്കാം. ഒരു 2 വിസിൽ വന്നോട്ടെ, 2-3 വിസിൽ വന്നോട്ടെ, എന്നാലാണ് അത് ശരിക്ക് വെന്ത് കിട്ടുള്ളൂ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ നാളികേരം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഉള്ളിയോ അല്ലെങ്കിൽ അതുപോലെ ജീരകമോ ഒന്നും ചേർക്കണില്ല, വെറുതെ നാളികേരം മാത്രം അരച്ചെടുക്കുകയാണ്. അപ്പോൾ 2 വിസിൽ വന്ന ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കുക. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതുപോലെ കഷ്ണമായിട്ട് തന്നെ ഇത് കിടക്കണം. കൂടുതൽ വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കഷ്ണമായിട്ട് കിടന്നാലും കുഴപ്പമില്ല. പരിപ്പൊക്കെയും പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് ഞാൻ ഇളക്കി യോജിപ്പിക്കാനൊക്കെ ഉള്ള സൗകര്യത്തിന് ഈ പാത്രം ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. കുക്കറിൽ നിന്ന് ഞാനിത് ഇതുപോലത്തെ ഒരു പരന്ന പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ഏത് പാത്രമാണോ നമുക്ക് സൗകര്യം എന്ന് വിചാരിച്ചാൽ അതിലായിട്ട് വെച്ചെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. വെള്ളമൊക്കെ പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ കുറുകിയിട്ടുള്ള ചാറോട് കൂടിയിട്ടുള്ള കറിയായിട്ട് തന്നെയാണ് അത് കിട്ടുക. ഉപ്പ് നോക്കി കുറച്ചും കൂടിയും ആവശ്യമാണ്. ഞാനൊരു ലേശം കൂടിയും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച ശേഷമാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചുരങ്ങ മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വിത്ത് മൂത്തതാണെങ്കിൽ മാത്രം കളഞ്ഞാൽ മതിയാവും. ഏകദേശം ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുത്ത ശേഷം അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മഷിയായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ തരിയായിട്ട് കിടക്കും. ഇതിപ്പോൾ തേങ്ങാപ്പാൽ പോലെ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായി അരച്ചത് ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിനൊരു രുചി കൂടുതലായിട്ട് തന്നെ ഉണ്ടാവും. വേറെ ഞാൻ കൂടുതൽ വെള്ളമൊന്നും അതിലേക്ക് ഒഴിച്ചിട്ട് ചേർക്കണില്ല. ഈ അരച്ച തേങ്ങ അങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതൊന്നും കൂടി തിളച്ചോട്ടെ. തിളച്ചാൽ കുഴപ്പമൊന്നുമില്ല, അത് പിരിഞ്ഞു പോകുമൊന്നുമില്ല. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തു. അതിൻ്റെ ശേഷം നമുക്കിതിലൊന്ന് കടുക് വറുത്ത് ചേർക്കണം. നന്നായിട്ട് തിളച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായ ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായിട്ട്
പൊട്ടി വരട്ടെ. ആ സമയത്തേക്കാണ് ഞാൻ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 വറ്റൽമുളക് മുറിച്ച് ചേർത്ത് കൊടുക്കാം. വേറെ നമ്മൾ കൂടുതൽ ഇതിലേക്ക് ഉള്ളിയോ അതുപോലത്തെ ഒന്നും ചേർക്കണില്ല. മുളക് ഒന്ന് മൂത്ത ശേഷം നമുക്കൊരു 2 കൂടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് കിട്ടിയാൽ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ച് കറിയാണിത് ചോറിന്. കൂടുതൽ നമ്മളിതിലേക്ക് സാധനങ്ങളൊന്നും ചേർത്തിട്ടുമില്ല. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇനി നമുക്കിതൊരു വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ആവശ്യത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട്. പാകത്തിന് വെന്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ച് കറിയാണത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം.